ഈ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. അടിയന്തര ഹൈപവർ കമ്മിറ്റി നാളെ ചേരും. ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച് സീറ്റുകൾ കൊടുക്കാമെങ്കിൽ തങ്ങൾക്കും അതിന് അവകാശമുണ്ടെന്ന് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, എന്താണിപ്പോൾ ഒരു അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത്? അനുജ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കൂടുതൽ സീറ്റുകൾ ഏറ്റെടുക്കുന്ന കാര്യം നമ്മൾ ഒരു മാസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീറ്റുകൾ, പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലടക്കം ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി പോലെയുള്ള സീറ്റുകൾ, പ്രധാനപ്പെട്ട സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു മാസം മുൻപ് തന്നെ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യം കേരള കോൺഗ്രസ് നേതാക്കളുമായി ചില കോൺഗ്രസ് നേതാക്കൾ ഔദ്യോഗികമായി തന്നെ സംസാരിച്ചത്. ഉഭയകക്ഷി ചർച്ചയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഇക്കാര്യം അവരെ അറിയിച്ചു. ഏകദേശം 4ഓളം സീറ്റുകൾ ഇടുക്കി, കോട്ടയം, ഏറ്റുമാനൂർ, കുട്ടനാട് പോലെയുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ തന്നെ ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയത്. ഇതിനെതിരെ കടുത്ത അതൃപ്തിയാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഹൈപ്പവർ കമ്മിറ്റി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ 10 സീറ്റും ഇനി വിട്ടു നൽകില്ല. കഴിഞ്ഞ തവണ 10 സീറ്റാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. ആ 10 സീറ്റിലും മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയുന്ന ഒരു കാരണം, മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നു. എന്നാൽ അതിന്റെ വ്യത്യസ്തമായി മധ്യ കേരളത്തിൽ ശക്തിയുള്ള ക്രൈസ്തവരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസിൽ നിന്നും എന്തിനാണ് സീറ്റുകൾ ഇങ്ങനെ പിടിച്ചു വാങ്ങുന്നത് എന്നൊരു ചോദ്യമാണ് നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കടുത്ത അതൃപ്തിയായി തന്നെ അറിയിക്കാനാണ് കേരള കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ മുന്നണി വിടുന്ന കാര്യം പോലും ആലോചനയിലുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന ഈ ഹൈപ്പവർ കമ്മിറ്റി വളരെയധികം നിർണായകമാണ്. പ്രധാനപ്പെട്ട പല സീറ്റുകളിലും ഇതിനോടകം തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. തൃക്കരിപ്പൂർ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തിയിരുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പ് അവിടെ ഉയർന്നു വന്നതാണ്. എന്നാൽ ചില സീറ്റുകളിൽ ചില ധാരണകൾക്ക് ഇപ്പോഴും കേരള കോൺഗ്രസ് തയ്യാറാണ്. അത് ഈ കോതമംഗലം, അതുപോലെ തന്നെ ഇടുക്കി സീറ്റ് നൽകുകയാണെങ്കിൽ ഉടുമ്പൻചോല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില സീറ്റുകളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ 10 സീറ്റിൽ കുറഞ്ഞ ഒരു പരിപാടിക്കും ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസിനുള്ളത്. 10 സീറ്റുകളിൽ ഇത്തവണയും 10 സീറ്റുകൾ തന്നെ വേണമെന്നുള്ള ഒരു നിലപാട് അത് ഉറപ്പിച്ച് നാളത്തെ ഹൈപ്പവർ കമ്മിറ്റിക്ക് ശേഷം ഒരു തീരുമാനമെടുത്ത് അത് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതായത് ഉഭയകക്ഷി ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കേരള കോൺഗ്രസ് അവരുടെ നിലപാട് പറയും. 10 സീറ്റിൽ കുറഞ്ഞ ഒരു പരിപാടിക്കും അല്ലെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു മത്സരത്തിലേക്ക് ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ഏറ്റെടുത്ത്, അതായത് UDF-നെ അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഏറ്റെടുത്ത് അവിടെ മത്സരിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കോട്ടയം ജില്ല പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ സീറ്റ്, അതിൽ ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കൾ, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അവകാശവാദം ഉന്നയിച്ച് അവിടെ സ്ഥാനാർത്ഥിയാകാൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി സീറ്റ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ചങ്ങനാശ്ശേരി സീറ്റ്, കുട്ടനാട് സീറ്റ്. ഈ സീറ്റുകളൊക്കെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്നാണ് കേരള കോൺഗ്രസ് അണികൾ തന്നെ പറയുന്നത്. നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു എതിർപ്പ് UDF നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനാണ് കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റി, അത് കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ചേരുന്നത്. ആ ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ PJ ജോസഫും അബു ജോസഫും അടക്കമുള്ള, മോൻസി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അവർ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്ത് അത് ഈ നേതാക്കളെ അറിയിക്കാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും പോവുക. എന്തായാലും കടുത്ത അതൃപ്തിയിലേക്ക് കേരള കോൺഗ്രസും പോകുന്നു എന്നുള്ളതാണ്. ഈ സീറ്റ് തർക്കത്തെ ചൊല്ലി വലിയൊരു അതൃപ്തി ഇവർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതിൽ കേരള കോൺഗ്രസിന് കടുത്ത വിയോജിപ്പുണ്ട് ഈ സീറ്റ് ഏറ്റെടുക്കലിൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത് കൃത്യമായി തുറന്നു പറയാനും അവർ തയ്യാറായേക്കും. നാളെ ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേരുന്നത് ഇക്കാര്യം ചർച്ച ചെയ്യാൻ തന്നെയാണ്. അതായത് ടോബി, ചില സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും തയ്യാറാകില്ല, മറ്റു ചില സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ പകരമേത് എന്നതിലൊക്കെ കൃത്യമായി തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ആ നിർദ്ദേശം വയ്ക്കുമോ കോൺഗ്രസിന് മുന്നിൽ? അനുജ, തീർച്ചയായിട്ടും. കാരണം 10 സീറ്റിൽ കുറഞ്ഞത്, അതായത് 10 സീറ്റ് കൃത്യമായി വേണം. കഴിഞ്ഞ തവണ തങ്ങൾക്ക് 10 സീറ്റാണ് നൽകിയത്. ആ 10 സീറ്റിലും ഇത്തവണ വേണം, 10 സീറ്റും ഇത്തവണ വേണമെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അതിൽ ചില വ്യത്യാസങ്ങൾ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇടുക്കി പോലെയുള്ള സീറ്റുകളിലൊക്കെ വേണമെങ്കിൽ ഒരു വെച്ചുമാറൽ സാധ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് വിട്ടുകൊടുക്കാനും ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല. കാരണം PJ ജോസഫും അബു ജോസഫും ഒരുപോലെ മത്സരിക്കുകയാണെങ്കിൽ തൊടുപുഴയും ഇടുക്കിയുമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിന്
അതിനപ്പുറത്തേക്കാണ് കാര്യമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉടുമ്പൻചോലയോ അല്ലെങ്കിൽ ഉടുമ്പൻചോലയായിട്ട് വെച്ച് മാറാനുള്ള ചില ചർച്ചകളൊക്കെ നടന്നേക്കാം. അല്ലെങ്കിൽ അതല്ല, അതിനപ്പുറത്തേക്ക് കോതമംഗലത്ത് ഒരു മാറ്റത്തിന് അവർ തയ്യാറാണ്. അങ്ങനെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. പക്ഷേ ഈ 10 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോവില്ല. കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് മത്സരിച്ചത്. ഇത്തവണ ശക്തി കൂടിയിട്ടേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പാർട്ടിക്ക് കൂടുതൽ കരുത്തായി, കൂടുതൽ പ്രാദേശിക തലത്തിൽ കൂടുതൽ ശക്തി തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ 10 സീറ്റ് എന്നത് ഒരു ആവശ്യമാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ മോൻസ് ജോസഫ് തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളോട് ഇക്കാര്യം പറഞ്ഞതാണ്. വിട്ടുവീഴ്ചകൾക്ക്, അതായത് 10 സീറ്റ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ എന്തെങ്കിലും ധാരണ വേണമെങ്കിൽ അത് നേതൃത്വവുമായി ചർച്ച ചെയ്ത്, കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കുപോക്കൊക്കെ ആകാം. പക്ഷേ 10 സീറ്റിൽ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് കൂടുതൽ പ്രശ്നമായി പുറത്തേക്ക് വരാനുള്ള കാരണം ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പ് ചില നേതാക്കൾ, കേരള കോൺഗ്രസ് നേതാക്കളുമായി ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നുള്ള ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചതോടുകൂടിയാണ് അതിൽ കടുത്ത വിയോജിപ്പിലേക്ക് കേരള കോൺഗ്രസ് നേതൃത്വവും അണികളും പോയിട്ടുള്ളത്. എന്തായാലും നാളെ ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനമെടുക്കും. 10 സീറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാൻ, അതായത് 10 സീറ്റ് തന്നെ ഇത്തവണയും വേണമെന്നൊരു ആവശ്യം നാളത്തെ ഹൈപ്പവർ കമ്മിറ്റിക്ക് ശേഷം ഔദ്യോഗികമായി കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്, ആവശ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അതിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വം എന്ത് മറുപടിയായിരിക്കും പറയുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ തവണ ലീഗിന് കൊടുത്ത സീറ്റുകൾ ഇത്തവണയും അവർക്ക് കൊടുക്കാൻ UDF നേതൃത്വം തയ്യാറാകുന്നു. അതിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുക്കാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല. എന്നാൽ കേരള കോൺഗ്രസിന്റെ, മധ്യകേരളത്തിൽ ശക്തിയുള്ള കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ മാത്രം എന്തിന് ചോദിച്ചു വാങ്ങുന്നു എന്നുള്ള ചോദ്യമാണ് അണികളും നേതൃത്വവും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് മറുപടി പറയുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇതിലിപ്പോൾ വിജയസാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, UDFനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് എങ്ങനെയാകും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ ടോബി. മുന്നണി വിടുക എന്നൊക്കെയുള്ളത് അത് ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ ഒരു അറ്റകൈ പ്രയോഗം എന്ന തരത്തിലാകില്ലേ ജോസഫ് ഗ്രൂപ്പ് പരിഗണിക്കുക? തീർച്ചയായിട്ടും അനുജ, അതൊരു അവസാനത്തെ ഒരു കൈയായിട്ട് തന്നെ, ഒരു അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിലായിരിക്കും ഈ മുന്നണി വിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെ പോകുക. പക്ഷേ ഇപ്പോഴും കേരള കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. കാരണം ചില സീറ്റുകളിലൊക്കെ ചില ധാരണകൾ, ചില വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറാകും. പക്ഷേ ഈ 10 സീറ്റിൽ കുറഞ്ഞ ഒരു ചർച്ചയിലേക്ക് പോകില്ല. കാരണം ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സീറ്റുകൾ വെച്ചു മാറുന്നതിനെ കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. പക്ഷേ വിജയസാധ്യതയുള്ള ഇപ്പോഴും സ്ഥാനാർത്ഥികളുണ്ട്, അവർക്കെന്ന് അവകാശപ്പെടുന്ന ചില സീറ്റുകളുണ്ട്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റുമാനൂര്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, കുട്ടനാട് പോലെയുള്ള സീറ്റുകളിലൊക്കെ അവർക്ക് ഇപ്പോഴും ശക്തരായിട്ടുള്ള നേതാക്കളുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റുമാനൂർ സീറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ജില്ലാ പ്രസിഡന്റ് 300 വോട്ടുകൾക്കാണ് തോറ്റത്. എന്നാൽ അതിനപ്പുറത്തേക്ക് അത് ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ള ഒരു വിലയിരുത്തലേക്ക് പോലും അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. മന്ത്രി VN വാസവനെതിരെയുള്ള മത്സരമാണെങ്കിൽ പോലും അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ചങ്ങനാശ്ശേരിയുടെ കാര്യത്തിലും കഴിഞ്ഞ തവണ ചില തോൽവികൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ സഭയുടെ പിന്തുണ അടക്കമുണ്ട്. അതുകൊണ്ട് അവിടെ യുവ നേതാക്കളെ അടക്കം കൊണ്ടുവന്ന് അവിടെ കരുത്ത് തെളിയിക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കുട്ടനാട് സീറ്റിൽ അതുപോലെ തന്നെയാണ് തൃക്കരിപ്പൂരിന്റെ കാര്യമെടുത്താലും ഇടുക്കിയുടെ കാര്യമെടുത്താലും എല്ലാം അവർക്ക് കൃത്യമായി സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നൊരു അവകാശവാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ അവകാശവാദങ്ങളെ എങ്ങനെ ഈ UDF അല്ലെങ്കിൽ തള്ളിക്കളയും? കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെച്ചുകൊണ്ട് സീറ്റ് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ പിടിച്ചെടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ സീറ്റ് കോൺഗ്രസ് നേതൃത്വം സ്വന്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ മുന്നണി മാറ്റ ചർച്ചകളടക്കം സജീവമാവുക. അതിലേക്ക് പോകാനുള്ള സാധ്യതകളും നമുക്കിപ്പോൾ തള്ളിക്കളയാനാവില്ല. അതാണ് 10 സീറ്റ് എന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. ചില സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ല, മറ്റു ചില സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണ്. പക്ഷേ അത് കൃത്യമായ നിർദ്ദേശം പാർട്ടി സമർപ്പിക്കും. ഹൈപ്പവർ കമ്മിറ്റി നാളെ ചേരുകയാണ്, അതൃപ്തി അറിയിക്കും എന്നുള്ളത് തന്നെയാണ് പാർട്ടി. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഒരുപക്ഷെ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ മുന്നണി മാറുന്നതിനെ കുറിച്ച് പോലും ആ പാർട്ടി ചിന്തിക്കുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ടോബി ജോൺസൺ ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.